ഹെവൻലി മെഡിസിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഉറക്കത്തെ പറ്റിയാണ്. നല്ല ഉറക്കം കിട്ടാൻ ആഗ്രഹിക്കാത്ത മനുഷ്യർ വളരെ കുറവാണ്. അപ്പം മനുഷ്യന് എത്ര സമയം ഉറങ്ങണം, എന്ത് കിടക്ക ഉപയോഗിക്കണം, എന്തുകൊണ്ട് മനുഷ്യന് ഉറക്കം വരാത്തത്, ഇതൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. മനുഷ്യൻ 6 മുതൽ 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങണം. 6 to 8 hours. നമ്മുടെ പകലിലെ അധ്വാനം നല്ല കടുത്തതാണെങ്കിൽ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. ആ ക്ഷീണം ഉണ്ടെങ്കിൽ മനുഷ്യൻ ഡീപ്പായിട്ട് 6 മണിക്കൂറിലധികം ഉറങ്ങും. മനുഷ്യൻ്റെ അധ്വാനം പകല് കുറവാണ്. എനർജി മുഴുവനും നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡാണ് എങ്കിൽ നമുക്ക് ഈ 6 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ല. അപ്പം നമ്മുടെ ശരീരം ഈ എനർജി ചിലവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉറക്കം ഉണർത്തി ഇരുത്തും. അപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ 6 മണിക്കൂറിൽ താഴെയാവും. നമ്മളുടെ ക്ഷീണം, ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലും ക്ഷീണം കൂടുതലാണെങ്കിൽ നമ്മൾ 8 മണിക്കൂറിൽ അധികം ഉറങ്ങും. അപ്പോൾ ഉറക്കം ബാലൻസ് ചെയ്യുന്നത് നമ്മൾ പകലിലെ ജോലി അധ്വാനം നോക്കിയിട്ടായിരിക്കണം. ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണെങ്കിൽ നമ്മൾ 6 മണിക്കൂർ താഴെ ഉറങ്ങുള്ളൂ. ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലാണെങ്കിൽ 8 മണിക്കൂറിലധികം ഉറങ്ങും. അപ്പം നമ്മളിത് ബാലൻസ് ചെയ്യേണ്ടത് 8 മണിക്കൂറിലും 10 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്ന ആൾക്കാർക്ക് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അത്രയും സ്പെൻഡ് ചെയ്യാനില്ല ഡേയിൽ. അപ്പോൾ അത് കുറയ്ക്കണം. ചില മനുഷ്യരിൽ എനർജി ക്രിയേറ്റഡ് ആവില്ല, ബോഡിയിൽ എനർജി ക്രിയേറ്റഡ് ആവില്ല. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഈ പറയുന്നത്. ഇത് സാധാരണ നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ ഉറക്കത്തിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, അതായത് ചിലർ ഉറക്കത്തിൽ കിടന്ന് ഫുൾ സ്വപ്നമായിരിക്കും കാണുന്നത്, ഡ്രീംസ് ആയിരിക്കും അവരുടെ ഉറക്കത്തിൽ. ചിലർ ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കും, ചിലർ ഉറക്കത്തിൽ എഴുന്നേറ്റ് എടുക്കും, ചിലർ ബെഡ് വെറ്റിംഗ് ഉണ്ടാവും, ഞെട്ടലുണ്ടാവും, ചിലർ വെറുതെ ആകാശത്തേക്ക് ഇടിക്കും, ചിലർക്ക് ഡീപ്പ് സ്ലീപ്പിൽ പോകാൻ പറ്റില്ല, ചിലർക്ക് ഉറങ്ങി എഴുന്നേറ്റാൽ എനർജി ഉണ്ടാവില്ല, ചിലർ 10 മിനിറ്റ് ഉറങ്ങുകയും അതിനുശേഷം ഉരുളുകയും ചെയ്യും. അവരുടെ എല്ലാം ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുതലാണ്. സാധാരണഗതിയിൽ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം നല്ല ദഹന വ്യവസ്ഥ ഇല്ല എന്നുള്ളതാണ്. നല്ല ദഹന വ്യവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ചൂട് കുറച്ച് നിർത്തും. ദഹനം വേഗം നടക്കുന്നതിനാൽ ചൂട് കുറവായിരിക്കും. ദഹനം നടന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബോഡി ചൂട് കൂട്ടും. ചൂട് കൂട്ടുന്നത് നമ്മുടെ വയറ് വേഗം പ്രവർത്തിച്ച് ദഹനം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ചൂട് കൂട്ടുന്നത്. ആ ചൂട് കൂട്ടുമ്പോൾ തന്നെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. ഉറക്കം നഷ്ടപ്പെടുന്ന വെച്ചാൽ നമ്മൾ എവിടെ ബെഡിൽ തൊട്ടിരിക്കണോ അവിടെ നമുക്ക് ചൂട് കൂടുകയും നമ്മൾ വിയർക്കുകയും നമ്മുടെ ബോഡി നമുക്ക് തിരിഞ്ഞു കിടക്കാനായിട്ട് നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ വീണ്ടും ഉരുണ്ട് കിടന്ന് ഉറങ്ങും. ചിലർ ഉറങ്ങാൻ കിടന്നതിന് ശേഷം 5 or 6 തവണ മൂത്രമൊഴിക്കാനിരിക്കും. അവരും ഒരിക്കലും ഡീപ്പ് സ്ലീപ്പിൽ പോകുന്നില്ല. പിന്നെ ചിലർ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കും അറിയാതെ തന്നെ. അവർക്ക് നമ്മുടെ മൂത്രം നിറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ബ്രെയിൻ അത് സെൻസ് ചെയ്യണം. അപ്പോൾ ആ സെൻസിങ് കുറവ് കൊണ്ടാണ് ഇത് സാധാരണ കുട്ടികളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവർ മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ അവരെനിക്കും. മൂത്രസഞ്ചി നിറഞ്ഞു കഴിഞ്ഞ് മൂത്രം ഒഴിക്കേണ്ട സമയമാകുമ്പോൾ അവരുടെ ബ്രെയിൻ അത് സെൻസ് ചെയ്യില്ല. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ ലെവൽ ബാലൻസ് ചെയ്താൽ, ദഹന വ്യവസ്ഥ ബാലൻസ് ചെയ്താൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഇതാണ് ഈ ഹെവൻലി മെഡിസിൻസിൽ ചെയ്യുന്ന ചികിത്സ. താങ്ക് യു ഫോർ വാച്ചിങ് ഹെവൻലി മെഡിസിൻസ്.